എന്നെ ബഹുമാനിക്കാത്ത ആളുകളെ ഞാൻ ബഹുമാനിക്കുന്നില്ല. അവർ അതിനെ ഈഗോ എന്ന് വിളിക്കുന്നു. പക്ഷേ ഞാൻ അതിനെ ആത്മാഭിമാനം എന്ന് വിളിക്കുന്നു. അറിവ് മാത്രമാണ് ഒരു വ്യക്തിയെ ഏറ്റവും ഉയർന്ന തലത്തിൽ എത്താൻ സഹായിക്കുന്നത്. അതിനാൽ ഭാവി ജീവിതത്തിലേക്കുള്ള മുതൽക്കൂട്ടാണ് വിദ്യാഭ്യാസം എന്ന കാര്യം ഓർക്കുക. ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിൽ ഉണ്ടാക്കുന്ന മുറിവുകളുടെ വേദന കുറയ്ക്കാൻ മനസ്സ് കണ്ടെത്തുന്ന ഒരു മരുന്നാണ് ചില സ്വപ്നങ്ങൾ. ഏറ്റവും ഭാരം കൂടിയതും എന്നാൽ ഒട്ടും വിലയില്ലാത്തതുമായ ഒന്നേയുള്ളൂ ഈ ഭൂമിയിൽ. അത് സങ്കടങ്ങളാണ്. ഒന്നിനെക്കുറിച്ചും ഒരുപാടൊന്നും വേവലാതിപ്പെടുകയോ ചിന്തിക്കുകയോ വേണ്ട. അത് നമ്മുടെ സമാധാനത്തെയും സന്തോഷത്തെയും നഷ്ടപ്പെടുത്തും. കുറഞ്ഞ പ്രതീക്ഷകളാണ് നമുക്കെപ്പോഴും നല്ലത്. അത് നമുക്ക് കൂടുതൽ സന്തോഷം നൽകും. നമ്മളെ മാറ്റി നിർത്തുന്നവർക്കാണ് ഒരുപാട് കാരണങ്ങൾ വേണ്ടത്. നമുക്ക് മാറി നിൽക്കാൻ ഒരൊറ്റ കാരണം മാത്രം മതി. അവർക്ക് നമ്മളെ വേണ്ട എന്ന ഒരൊറ്റ കാരണം. ജീവിതം എന്നത് എല്ലായ്പ്പോഴും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നതല്ല, മറിച്ച് ജീവിത യാഥാർത്ഥ്യങ്ങളെ അനുഭവിക്കുക എന്നതാണ്. ജീവിതം ചിലപ്പോൾ അങ്ങനെയാണ്. നാം സ്വപ്നം കണ്ടതും ആഗ്രഹിച്ചതും നമ്മളെ തേടി വരണമെന്നില്ല. എന്നാൽ നമ്മൾ ആഗ്രഹിക്കാത്ത പലതും നമ്മളെ തേടി വരും. ചിലത് നമുക്ക് സന്തോഷം നൽകും, ചിലത് ദുഃഖവും. ജീവിതം എത്ര ആർഭാടങ്ങൾ കൊണ്ട് സുന്ദരമാക്കിയാലും സ്വഭാവം നന്നാവാതെ അതിനൊരു വിലയും ഉണ്ടാവില്ല. ഭൂമിയിൽ ഒരു ഫലവും പാകമായി അല്ല ആദ്യം ഉണ്ടാകുന്നത്. ധാരാളം പ്രതികൂല സാഹചര്യങ്ങൾ മറികടന്നാണ് അത് രൂപപ്പെടുന്നത്. അതുപോലെ ഓരോ മനുഷ്യ ജീവിതവും രൂപപ്പെടുന്നത് പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്നാണ്. ജീവിതത്തിൽ തളരുമ്പോൾ നമുക്ക് വേണ്ടത് ഉപദേശങ്ങളല്ല, നമ്മളെ കാണാനുള്ള കണ്ണുകളും കേൾക്കാനുള്ള ഹൃദയവുമാണ്. ആരെയും നമ്മോട് സംസാരിക്കാനും സ്നേഹിക്കാനും നിർബന്ധിക്കരുത്. ഇഷ്ടമുള്ളവർ കൂടെ കാണും, അല്ലാത്തവർ പോകേണ്ടവർ തന്നെയാണ്. ഞാനുണ്ട് കൂടെ എന്ന് പറയുന്ന വാക്കിൽ ചതി ഉണ്ടാവരുത്. പകരം സുരക്ഷിതത്വം ഉണ്ടാവണം, വിശ്വാസം ഉണ്ടാവണം. അതിലെല്ലാം ഉപരി സ്നേഹമുണ്ടായിരിക്കണം. അത് സൗഹൃദത്തിലായാലും പ്രണയത്തിലായാലും ജീവിതത്തിലായാലും. അപരിചിതരോട് കാണിക്കുന്ന ആദരവും സ്നേഹവും അടുപ്പം ഉള്ളവരോടുകൂടി കാണിക്കുകയാണെങ്കിൽ ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാകും. കടലോരത്തെ കരിങ്കല്ലുകളെ പോലെ ആവണം ജീവിതം. ആക്ഷേപങ്ങളും പരിഹാസങ്ങളും തിരമാല പോലെ വന്നടിച്ചാലും പതറാതെ നേരിടണം. ഏറ്റവും കൂടുതൽ നിറങ്ങളുള്ളത് മഴവില്ലിനാണ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഏറ്റവും കൂടുതൽ നിറങ്ങളുള്ളത് മനുഷ്യൻ്റെ മനസ്സിലാണ്. സാഹചര്യങ്ങൾക്കും ആളുകൾക്കും അനുസരിച്ച് അതിൻ്റെ നിറം മാറിക്കൊണ്ടിരിക്കും. പ്രശ്നങ്ങളില്ലാത്ത ജീവിതം സാങ്കല്പം മാത്രമാണ്. പ്രശ്നങ്ങൾക്കിടയിലൂടെ ജീവിക്കാനാണ് നാം പരിശീലിക്കേണ്ടത്. ബുദ്ധിമാൻ ഒരിക്കലും തൻ്റെ കുറവുകളെ മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു കാണിക്കില്ല. വീട്ടിലെ രഹസ്യങ്ങൾ, ധനനഷ്ടത്തിൻ്റെ കണക്കുകൾ, മനസ്സിലുണ്ടാവുന്ന ചിന്തകൾ ഇവയെല്ലാം തന്നെ സ്വയം മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ്. നിങ്ങളുടെ മനസ്സും ചിന്തകളും നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. അത് നിങ്ങളുടെ പ്രത്യേകതയാണ്. ഒരു പ്രബലമായ സൗഹൃദത്തിന് ദൈനംദിന സംഭാഷണത്തിൻ്റെ ആവശ്യമില്ല. എപ്പോഴും ഒരുമിച്ച് ഉണ്ടാകണമെന്നില്ല. നമ്മുടെ മനസ്സിൽ അവർ ഉണ്ടായിരിക്കുന്നിടത്തോളം യഥാർത്ഥ സുഹൃത്തുക്കൾ ഒരിക്കലും പിരിയുകയില്ല. എത്ര തിരക്കിലാണെങ്കിലും വേറെ ഒരാൾക്കായി നമ്മൾ കൊടുക്കുന്ന സമയം, അതിലുണ്ട് അയാളോടുള്ള അടുപ്പവും ഇഷ്ടവും. മനസ്സിൽ ഒന്നും ഒളിപ്പിച്ചു വയ്ക്കാൻ കഴിയാത്തവർക്കും കളങ്കമില്ലാതെ സ്നേഹിക്കുന്നവർക്കും കൂട്ടിനുള്ളത് എന്നും വേദനകൾ മാത്രമായിരിക്കും. നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ സ്വന്തം എന്ന് കരുതുന്ന വിശ്വാസം മാത്രമാണ്. സന്തോഷം എന്നത് നിങ്ങൾ ഭാവിയിലേക്ക് മാറ്റി വയ്ക്കേണ്ട ഒന്നല്ല. അത് നിങ്ങൾ ഇന്നത്തേക്ക് രൂപകൽപ്പന ചെയ്യേണ്ട ഒന്നാണ്. ഒരു കാര്യത്തിനായി നിങ്ങൾ എത്രത്തോളം കഠിനാധ്വാനം ചെയ്തുവോ അത്രത്തോളം ആത്മസംതൃപ്തി അത് നേടിയെടുക്കുമ്പോഴും നിങ്ങൾക്ക് അനുഭവപ്പെടും. തനിക്ക് വേദനിക്കുന്നത് പോലെ എല്ലാവർക്കും വേദനിക്കുമെന്ന ചിന്ത മനസ്സിലുണ്ടായാൽ ആരെയും സങ്കടപ്പെടുത്താനോ ദ്രോഹിക്കാനും ഒരാൾക്കും തോന്നുകയില്ല. പലപ്പോഴും തിരക്കുകൾ നല്ലതാണ്. പലതും മറക്കാൻ, പലതും ഓർക്കാതിരിക്കാൻ,
പലതും കണ്ടില്ലെന്ന് നടിക്കാൻ. പരിശീലനത്തിൻ്റെ ഓരോ നിമിഷവും നമ്മൾ വെറുക്കുന്നു. അപ്പോൾ നമ്മൾ ഓർക്കണം, വേണ്ട, ഇപ്പോൾ കഷ്ടപ്പെടാം, എന്നിട്ട് ജീവിതകാലം മുഴുവൻ ഒരു വിജയിയായി ജീവിക്കാം. നമ്മുടെ ഭാവി തീരുമാനം എല്ലാവരോടുമായി വെളിപ്പെടുത്താതിരിക്കുക. തീരുമാനം ലക്ഷ്യത്തിൽ എത്തിയതിനു ശേഷം മാത്രം മറ്റുള്ളവരോട് പറയുക. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളോട് മാന്യമായി സഹകരിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങളൊരു മണ്ടനാണ് എന്നല്ല. പകരം നിങ്ങൾക്ക് ആ വ്യക്തിയെ അച്ചടക്കത്തോടെ കൈകാര്യം ചെയ്യാനുള്ള പക്വത ഉണ്ടെന്നാണ്. സ്വന്തം ദുഃഖത്തിനിടയിലും അന്യൻ്റെ വേദന മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ സാധിക്കുന്നവരാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പന്നർ. വേദനിക്കുന്നവൻ്റെ കണ്ണീർ ഒപ്പുന്നതിലും വലിയ പുണ്യം മറ്റൊന്നിലും കിട്ടില്ല. വിശ്വാസം തന്നെയാണ് ബന്ധങ്ങളുടെ ആത്മാവ്. അത് നഷ്ടപ്പെടുത്തിയാൽ പിന്നെ എത്ര അടുപ്പം കാണിച്ചാലും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു അകലം ബാക്കിയുണ്ടാകും. ഒരിക്കലും ഒരാളെയും പൂർണ്ണമായി മനസ്സിലാക്കി എന്ന് വിചാരിക്കരുത്. എത്രയൊക്കെ പ്രിയപ്പെട്ടവർ ആണെങ്കിലും അവസ്ഥയോ സാഹചര്യമോ മാറുമ്പോൾ അവരുടെ മറ്റൊരു മുഖം കൂടി നമുക്ക് കാണേണ്ടി വരും.